ശുഭാംശു ആണോ? ശുഭാംശു തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതായി ശുഭാംശു ശുക്ല തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതെ, വെൽക്കം ബാക്ക് ശുഭാംശു, വെൽക്കം ഹോം. ശുഭാംശു ശുക്ല ഇതാ പുറത്തെത്തിയിരിക്കുന്നു. ആ സന്തോഷം നമ്മൾ കാണുകയാണ്. ശുഭാംശു ശുക്ല, ഇന്ത്യയുടെ അഭിമാന പുത്രൻ, ഇതാ എത്തിയിരിക്കുന്നു. എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വെൽക്കം ഹോം ശുഭാംശു, വെൽക്കം ഹോം. നമ്മുടെ ശുഭാംശു ശുക്ല തിരിച്ചെത്തിയിരിക്കുന്നു. ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട്. എന്തൊരു അഭിമാന നിമിഷമാണ് സുജയ സ്മൃതി. ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണിത്. ആദ്യം പെക്കി വിച്ചൻ, രണ്ടാമതായി ഇതാ ശുഭാംശു ശുക്ല പുറത്തെത്തിയിരിക്കുകയാണ്. ചരിത്ര നിമിഷമാണ് ഇത് എന്നതാണ്. ഇനി അടുത്തതായി വരാൻ പോകുന്നത് പോളണ്ടാണോ ഹംഗറിയാണോ? പോളണ്ട് ആയിരിക്കാനാണ് സാധ്യത. ടിബോർ കപ്പു ആണ് ഏറ്റവും അവസാനം വരിക എന്ന് തോന്നുന്നു. പക്ഷേ ശുഭാംശു പുറത്തിറങ്ങിയതോടുകൂടി ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ആ അഭിമാന നിമിഷം നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണണം. കാരണം അത്രയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഗൂസ് ബംസ് എന്നൊക്കെ നമുക്ക് പറയാം. ശുഭാംശു 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ദാ നോക്കൂ, കൂളായി വരികയാണ് ശുഭാംശു ശുക്ല. ചെറിയ ഒരു സഹായം, ഒരു തോളിൽ ഒരു സഹായം, ഇടം കൈ വീശി കൈ കാണിച്ചുകൊണ്ട് ദാ വരുന്നു ശുഭാംശു ശുക്ല, ഇന്ത്യയുടെ അഭിമാനം. ശുഭാംശു ശുക്ല ഈ ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ, ISS എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം കൂടി കുറിച്ചുകൊണ്ടാണ് തിരികെ എത്തുന്നത്. മണ്ണിൽ തൊട്ട് ശുഭാംശു ശുക്ല കാൽ ചവിട്ടി ഉയർത്തി എഴുന്നേറ്റ് നിൽക്കുന്ന ശുഭാംശു ശുക്ല. അഭിമാന നിമിഷമാണിത്. എന്തൊരു ചിരിയാണത്. കാരണം ദൗത്യം പൂർത്തിയാക്കിയതിന്റെ എല്ലാ സന്തോഷവും ശുഭാംശുവിന്റെ മുഖത്ത് കാണാം. ശുഭാംശുവിന്റെ കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ സന്തോഷത്തിൽ അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.